ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, ഞാൻ ഹെയറിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ഹെയറിൽ എന്തെങ്കിലും കെമിക്കൽ ചെയ്തിട്ടുണ്ടോ, ഹെയറിൽ ലോസ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു മറുപടി ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഹെയറിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്മൂത്തനിങ്, ബ്ലോ ഡ്രൈ, പിന്നെ അതുപോലെ തന്നെ ബോട്ടോക്സ്, ഇതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞ വർഷം, അതായത് ഒരു ജനുവരി ഡിസംബർ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞാൻ എൻ്റെ ഹെയർ ആദ്യമായിട്ട് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റിന് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ ചെയ്തിരുന്നത് ബ്ലോ ഡ്രൈ ആയിരുന്നു ചെയ്തിരുന്നത്. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, 1-2 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പോലെ എനിക്ക് ഡാൻഡ്രഫ് വരാൻ തുടങ്ങി. ഡാൻഡ്രഫ് വരാൻ തുടങ്ങിയത് ഒരു 2 weeks കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ച് ധാരണയാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കട്ടണക്കിന് ധാരം വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മുടി നല്ലപോലെ പോകാൻ തുടങ്ങി. അതായത് മുടി നല്ലപോലെ പൊഴിയാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാനിത് ചെയ്തും പോയി. ഞാൻ ചെയ്തപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തൊരു 7,500 ഫസ്റ്റ് ടൈം ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് അവരൊരു ഷാംപൂ കണ്ടീഷണർ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ ഹെയറിൽ ചെയ്ത ട്രീറ്റ്മെന്റ് ചെയ്ത ക്രീം മെട്രിക്സിന്റെ ആയിരുന്നു. എനിക്ക് ഒന്നും ആ മെട്രിക്സ് തന്നെ ഇട്ടിട്ടാണ് ഇപ്പോഴും എൻ്റെത് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം വിചാരിച്ച് ഇത് ചെയ്യണ്ടായിരുന്നു, ഇതിന് എങ്ങനെയാണ് ഈ മുടി ഇത് മാറ്റിയെടുക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് ഇച്ചിരി കൂടെ നമുക്ക് ആ ഒരു രീതിയിൽ ഇണങ്ങുന്നോട്ട് തോന്നി. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു, ആ ഒരു ഫേസ് ആണ് എനിക്ക് ചേരുന്നത്, ആ ഒരു ഹെയർ ആണ് എനിക്ക് ചേരുന്നത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചില്ല. പിന്നെ എല്ലാവരും പറയുന്ന കൊണ്ട് തന്നെ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്താൽ പിന്നെ ഒരിക്കലും മുടി ഉണ്ടാവത്തില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ പോയി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്റെ റൂട്ടിൽ നിന്നും ഇത്രയും ഭാഗം മുടിയെ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മുടി എന്തായാലും വളർന്നുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ ആ വളരുന്ന റൂട്ട് നമുക്ക് പിന്നെയും, അതായത് ഇത്രയും ഇപ്പൊ ഓക്കെയാണ്, അത് കഴിഞ്ഞ് വളരുന്നത് നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം എനിക്കിപ്പോ തോന്നുന്നത് പറഞ്ഞാൽ, അത്യാവശ്യം കേളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കേളാക്കി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒട്ടും പറ്റുന്നില്ല, ഫ്രിസ്സിയാണ്, ഡ്രൈ ആണ്, പൊട്ടിപ്പോവാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പുറമേന്ന് കാണുമ്പോൾ നമുക്ക് മുടി ഹെൽത്തി ആയിട്ടിരിക്കാം. ഇങ്ങനെ പറ്റും, ഇങ്ങനെ ഒന്ന് ആർട്ടിഫിഷ്യലായിട്ട് ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. പക്ഷെ ഇത് ഡാമേജ് ആണ് മുടിക്ക്. പിന്നെ എനിക്കന്ന് മുടി വീഴ്ചയിലൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഡോക്ടറെ പോയി കണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് ഇത് ചെയ്യാൻ പോയെന്ന് പറഞ്ഞ് എനിക്ക് ഡോക്ടർ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെ ഞാൻ റൂട്ട് ഈ ഇടയ്ക്ക് കിളിച്ച് വന്നപ്പോഴത്തേക്കും, റൂട്ട് നല്ല രീതിയിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കങ്ങ് പ്രാന്ത് പിടിക്കുന്നത്. എന്നെ കണ്ടിട്ട് എനിക്കതിന് ഇഷ്ടപ്പെടുന്നില്ല. കണ്ണാടിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പിന്നെ പോയി റൂട്ട് അങ്ങ് ചെയ്ത്. അതായത് ഞാൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടുന്ന് ഇത്രയായിരുന്നു എനിക്ക് റൂട്ട് വളർന്നത്, അതായത് ഈ ബാങ്ക്സ് കിടക്കുന്നില്ല അത്ര. അപ്പം ഞാൻ പോയി അതങ്ങ് ചെയ്തപ്പം റൂട്ട് മാത്രം ചെയ്താലും എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചൊരു 2,000 നിൽക്കുമെന്ന്. എനിക്ക് അന്നേരം ഒരു 4,000 സംതിങ്ങിനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഈ വട്ടം ചെയ്തത് മെട്രിക്സ് ഇട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ മാക്സിമം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ആ ഒരു ഹെയർ ഫോളും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ശരിക്കും വരും. നമുക്കന്ന് ഹെയർ വാഷ് ചെയ്തിട്ട് തിരിച്ചു വന്ന് തല തോർത്തി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ആ ഒരു താരം നമ്മുടെ തലയിൽ എത്ര കഴുകി കളഞ്ഞാലും താരം തലയിൽ കാണും. അത് ആ ഷാമ്പൂവിനെയാണെന്ന് തോന്നി. ഞാൻ പിന്നെ അത് നിർത്തിയായിരുന്നു. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, അവര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണർ മാത്രമേ യൂസ് ചെയ്യാവുന്ന, അങ്ങനൊന്നും ഇല്ല. പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ, അമോണിയ ഫ്രീ അങ്ങനെയൊക്കെ വരുന്ന ഷാമ്പൂ വരുമല്ലോ. മാമാർത്തിന്റെ ഷാമ്പൂ, പിന്നെ അതുപോലെ തന്നെ പിൽഗ്രിമിന്റെ ഷാമ്പൂ, പിന്നെ അങ്ങനെ കുറെ ഷാമ്പൂ ഉണ്ട്. പാരബൻ, സൾഫേറ്റ് ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്താൽ മതി കേട്ടോ. അല്ലാതെ അവർ പറയുന്ന ഷാമ്പൂ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. അതിനുവേണ്ടി കാശ് കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഓൾറെഡി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചെയ്യാൻ പോകുമ്പോൾ അവരോട് ചോദിക്കുക ഏത് ബ്രാൻഡഡ് സാധനം ഇട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ചെയ്യുക. മോസ്റ്റ്ലി എല്ലാവരും സ്മൂത്തനിങ് ചെയ്യുമ്പം മെട്രിക്സിന്റെ തന്നെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കമന്റ്സ് നമുക്ക് നോക്കാം. നന്ദുവാണ് ചോദിച്ചിരിക്കുന്നത്, ബ്ലോ ഡ്രൈ ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് സ്മൂത്തനിങ് ചെയ്തതെന്ന്. അതായത് എനിക്ക് റൂട്ട് നല്ലപോലെ കിളിച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സ്മൂത്തനിങ്ങിലേക്ക് പോയത്. എന്താണ് ബ്ലോ ഡ്രൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലോ ഡ്രൈയും സ്മൂത്തനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം ഒരേ രീതിയിലാണ് ചെയ്യുന്നത്. ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻഡ് ഉണ്ടല്ലോ, ഹെയറിന്റെ എൻഡിൽ ഇവർ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല. അതായത് ഇപ്പം ക്രീം അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത്രയും ചെയ്യും,
കുറച്ച് ഭാഗം അവരങ്ങ് വിട്ട് കളയും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ കേൾസ് ആയിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അവരെന്തായാലും ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് വിടും, ഇങ്ങനെ ഒന്ന് കേളാക്കി ഇരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വാഷ് ചെയ്യുമ്പോഴത്തേക്കും എന്താ ആ കേളങ്ങ് മാറി നമ്മുടെ നാച്ചുറൽ ഹെയർ ആയിരിക്കും താഴെ വരുന്നത്. അപ്പൊ എനിക്ക് ആ നാച്ചുറൽ ഹെയർ ആ ഒരു ലുക്കിന് വേണ്ടാന്നായിരുന്നു. കാരണം ആദ്യമേ ഒക്കെ കൊള്ളായിരുന്നു, പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ചകിരി ആയി. അപ്പൊ ഞാനാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഈ സ്ട്രൈറ്റ് ആൻഡ് ഹെയർ തന്നെ ആയിരുന്നു മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്മൂത്തനിങ്ങിലേക്ക് പോയത്. ബ്ലോ ഡ്രൈ ചെയ്ത റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 7500 വന്ന്. ഇത് ഞാനിപ്പോൾ റൂട്ട് മാത്രമാണ് സ്മൂത്തനിങ് ചെയ്തത്. അപ്പൊ എനിക്ക് വന്നത് ഒരു 4000 സംതിങ് ആട്ടോ. പിന്നെ ഇപ്പൊ ഞാനാണെങ്കിൽ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി റൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞായിരുന്നു ഹെയർ ഫുള്ള് ഡാമേജ് ആണ്, അപ്പം ബോട്ടോക്സിലേക്ക് പോകാൻ പറഞ്ഞു. ബോട്ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ്, അധികം കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സ്മൂത്തനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ടിൽ നിന്ന് എൻഡ് വരെയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റൂട്ട് കിളിക്കുന്നത് മാത്രമേ നമുക്ക് ആ ഒരു പഴയ ടെക്സ്ചറിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫുള്ള് മാറും. അതായത് ഒരു 6 months കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ തുടങ്ങും. പക്ഷെ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ചെയ്തിട്ടേക്കും അല്ലേ, ഇവിടുന്ന് കറക്റ്റ് ഇതുകൊണ്ട് തന്നെ എടുക്കുക, റൂട്ട് മാത്രം മാറും. പിന്നെ നമുക്ക് റൂട്ട് മാത്രം ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താൽ മതി. പക്ഷെ ഇതാണെന്നുണ്ടെങ്കിൽ ഫുൾ അങ്ങ് പോകും. ഫുള്ള് പോയിട്ട് നമുക്ക് ഫുൾ ആദ്യമായിട്ട് ചെയ്യണം. അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇതിന്. ബ്ലോ ഡ്രൈ ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞാണ് സ്മൂത്തനിങ് ചെയ്ത് പറഞ്ഞല്ലോ. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മുടി മെയിൻറ്റെയിൻ ചെയ്തത്. ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, ഹെയർ ഫോൾ നല്ല രീതിയിലുണ്ടായിരുന്നു. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ സ്മൂത്തൻ ചെയ്യുക. പിന്നെ എനിക്കറിയത്തില്ല എനിക്ക് മാത്രമാണോ അങ്ങനെ വന്നതെന്ന്. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ച് അപ്പം എന്നോട് ഒരു ആയുർവേദത്തിൽ ഞാൻ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ ചെയ്തിരിക്കുന്ന ഈ കെമിക്കൽ ഹെയർ ഫുള്ള് കംപ്ലീറ്റ് മാറ്റിയിട്ട് നാച്ചുറൽ ഹെയറിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ഇന്ന് മാറണേന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് മാറി കേട്ടോ. മുടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 days കൂടുമ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഇവര് പറയും, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പറയാറുള്ളൊരു കാര്യമാണ് എന്താ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യരുതെന്ന്. എനിക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻഡ്രഫ് ഉള്ളപ്പോൾ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാത്തതാണ് നല്ലത്. കാരണം ഈ എണ്ണയും താരനും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ അത് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെ ഞാനൊരു 3 days കഴിയുമ്പോഴത്തേക്ക് ഹെയർ വാഷ് ചെയ്യും. പിന്നെ ഒരു 4 months കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഓയിൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എണ്ണ തേച്ച് കുളിക്കുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് തുടങ്ങി. എണ്ണ തേച്ചിട്ടും ആ ഒരു ടെക്സ്ചറിന് ഒരു മാറ്റം, നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ഈ ചെയ്തേക്കുന്ന മുടിയുടെ ടെക്സ്ചറിന് ഒരു മാറ്റം വരത്തില്ല. പക്ഷേ ബോട്ടോക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മുടിയുടെ ടെക്സ്ചറിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതിൽ വെച്ചിരുന്ന സ്മൂത്തനിങ്ങിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ സ്മൂത്തനിങ്ങിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെങ്ത് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരുന്നത്. അതായത് ഷോൾഡർ ലെങ്ത് ആണ്. ഇപ്പം പല ആഡ് നമ്മൾ കാണുമല്ലോ, സ്മൂത്തനിങ് ഫ്രം 199, 299, 199, 299 അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ റേറ്റ് കാണിക്കുമല്ലോ. അതൊക്കെയാണ് പറയുന്നത് ഷോൾഡർ ലെങ്ത്തിലായിരിക്കും വരുന്നത്. പിന്നെ ലെങ്ത് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്ക് റേറ്റും കൂടും. നമ്മുടെ ഹെയറിൽ എത്രത്തോളം ക്രീം കൊടുക്കണോ ആ ക്രീമിന്റെ റേറ്റ് ആണ് അവർ വാങ്ങുന്നത് കേട്ടോ. നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആഫ്റ്റർ കെയർ പറയാം. ആഫ്റ്റർ കെയർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവരൊരു ഷാമ്പൂ കണ്ടീഷണർ തരും. നിങ്ങളുടെ ചോയ്സാണ് അത് വാങ്ങണോ വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊന്നും വാങ്ങുകയൊന്നും വേണ്ട. നമുക്കൊരു പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്താൽ മതി. അല്ലാതെ അവർ പറയുന്നത് യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ അങ്ങനെ പറയുന്നത്. നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന ഒരു ഷാമ്പൂ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അവർ പറയും മന്ത്ലി സ്പാ ചെയ്യണമെന്ന്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം താരൻ വരുമെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആവും. അപ്പം അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് എന്താ സ്പാ ചെയ്യണമെന്ന്, മന്ത്ലി സ്പാ ചെയ്യണമെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ വാഷിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീക്കിലി 2 times 3 times, മോസ്റ്റ്ലി വരുവാണെന്നുണ്ടെങ്കിൽ 2 times 3 times ഒക്കെ വാഷിങ് പറ്റത്തുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ എന്നും നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, തല എഴുതാറുണ്ട് ആരും ചെയ്യാറൊന്നും ഇല്ല. കുളിക്കുമായിരിക്കും, എന്ന് ഹെയർ വാഷ് അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. അപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഒരു 3 days ഒക്കെ മാക്സിമം വീക്കിലി വാഷ് ചെയ്താൽ മതി. പിന്നെ ഹെയർ കട്ടിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
മന്ത്ലി നിങ്ങൾക്ക് കട്ട് ചെയ്ത് നടക്കാനെ കട്ട് ചെയ്യാം. പിന്നെ റൂട്ട് കിളിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്മൂത്തനിങ് ആണെന്നുണ്ടെങ്കിൽ റൂട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സ്മൂത്തനിങ് കെമിക്കൽ നമുക്ക് ഹെയറിൽ ചെയ്യാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബോട്ടോക്സ് ആയിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് മുടിക്ക് അധികം ഡാമേജ് ഉണ്ടാകത്തില്ല. പക്ഷെ അതാണെങ്കിലും ഹെയർ ഫോളും കാര്യങ്ങളും ഒക്കെ ചെയ്തവർ പറയാറുണ്ട് ഹെയർ ഫോൾ ഉണ്ടാകാറുണ്ട്, ഉണ്ടായി എന്നൊക്കെ കേട്ടോ. അപ്പം എനിക്കൊന്നും സ്മൂത്തനിങ്ങിനെക്കാട്ടി നല്ലത് കുറച്ചുകൂടെ ബോട്ടോക്സ് ആയിരിക്കും. കാരണം എന്താ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും വരുന്നത്. ഇതിങ്ങനെ ചൂല് പോലെ കിടക്കത്തില്ലേ. മറ്റേത് ഇടയ്ക്കൊന്ന് വേവ് ഒരു നാച്ചുറൽ ഹെയർ. ഇത്രയൊക്കെയാണ് കേട്ടോ സ്മൂത്തനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. റേറ്റ് പറഞ്ഞു, ആഫ്റ്റർ കെയർ പറഞ്ഞു, എല്ലാം പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ.